സ്ട്രോക്ക് വന്ന പേഷ്യൻസിൽ റീഹാബിലിറ്റേഷന്റെ പങ്ക് എന്താണ്? അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എല്ലാ പേഷ്യൻസിനും ആവശ്യമാണോ? ഈ സ്ട്രോക്കിനുള്ള ചികിത്സയ്ക്ക് ശേഷം നല്ല ശതമാനം റിക്കവർ ചെയ്ത് സ്ട്രോക്കിന് മുൻപേ എത്രത്തോളം ഫങ്ഷനിങ് പേഷ്യൻ്റ് ഉണ്ടോ ആ രീതിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന രോഗികൾക്ക് ചിലപ്പോൾ റീഹാബിലിറ്റേഷൻ വേണ്ടി വന്നെന്നിരിക്കില്ല. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ബലക്കുറവൊക്കെ മാറുന്ന ഒരു പേഷ്യൻറ്റിന് റീഹാബിലിറ്റേഷൻ വേണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പലപ്പോഴും ട്രീറ്റ്മെൻറ്റിൻ്റെ ഇനിഷ്യൽ ഫേസ് കഴിയുമ്പോഴും പേഷ്യൻറ്റിന് ഒരു വശം ബലക്കുറവ് അല്ലെങ്കിൽ ബാലൻസ് കൺട്രോളിനുള്ള ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് സംസാരത്തിന് സ്വോളോയിങ്ങിന് ബുദ്ധിമുട്ടുകൾ അവശേഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ള രോഗികളിൽ റീഹാബിലിറ്റേഷന് വലിയ പങ്കുണ്ട്. റീഹാബിലിറ്റേഷനിൽ ബലക്കുറവുള്ള പേഷ്യൻസിന് നമ്മൾ ഫിസിയോതെറാപ്പിയുടെ ഭാഗമായിട്ട് പാസീവ് മൂവ്മെൻറ്റ്സും ജോയിൻറ്റ് മൊബിലിറ്റി പ്രിസർവ് ചെയ്യാനുള്ള ചികിത്സ, അതേപോലെ സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാർ, സ്വോളോയിങ് ഇമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ഭക്ഷണം ഇറക്കാൻ പ്രയാസമുള്ള ആളുകൾക്കും സ്പീച്ച് തെറാപ്പി, സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സ്പീച്ച് തെറാപ്പി തന്നെ നമുക്ക് നൽകാൻ കഴിയും. ബാലൻസ് ട്രെയിനിങ്, ഗെയ്റ്റ് തെറാപ്പി, ഇവയ്ക്ക് പ്രത്യേക സജ്ജീകരണങ്ങളും നമുക്ക് അവൈലബിൾ ആണ്.